ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഓർഫണേജ് സന്ദർശിക്കാൻ പോയതാട്ടോ. മോൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ തന്നെ സ്കൂളിൻ്റെ ഒരു ഹോമാണിത്. അവിടെ പോയി ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പാരൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ ടീച്ചേഴ്സും എല്ലാവരും നല്ല സന്തോഷത്തിൽ പൂർണ്ണ മനസ്സിൽ തന്നെയായിരുന്നു കേട്ടോ വന്നതും. മക്കൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്നതും എല്ലാം സ്കൂളിൽ നിന്ന് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈസേനനുസരിച്ചിട്ട് സമ്മാനമൊക്കെ മേടിച്ച് ഞങ്ങൾ അതും കൊണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. ഒരുപാട് നല്ല കുഞ്ഞു മക്കളെയും വലിയ ആൻറ്റിമാരെയും സഹോദരിമാരെയും ഒക്കെ കാണാൻ പറ്റിട്ടോ അവർക്ക് ഇവിടെ. പിന്നെ അവർ തന്നെ ഉണ്ടാക്കിയ ഒരുപാട് അടിപൊളി ഗാർഡൻ, അത് പറയാതിരിക്കാൻ പറ്റൂല. ഒരു സമയം പോലും അവിടെ വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് അവിടെ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും. ഇതിവിടെ കോഴിക്കോട് തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ മുക്കും മൂലയും ഓരോ ചെടിയും മരങ്ങളും ഒക്കെ നമ്മളോട് എന്തൊക്കെയോ കുറേ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഓർഫണേജിൽ പോയതായിട്ടോ അങ്ങനെ ഒരു ഇത് തോന്നൂല നമുക്ക്. നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ. എല്ലാവരും നല്ല സന്തോഷമായിട്ടാണ് അവിടെ അവർ കൊണ്ട് നടക്കുന്നതും. ഒരു ബാധ്യതയാണല്ലോ എന്നുള്ള രീതിയിൽ ഒരാളും അവിടെ നിൽക്കുന്നില്ല കേട്ടോ. അവിടെ കെയർ ചെയ്യുന്ന ആൾക്കാരായാലും അല്ലാതെ ഒരു സങ്കടത്തിലായിട്ട് അവിടെ ഒരാളും ജീവിക്കണമില്ല. അതവിടെ പോയി കണ്ടൊരു സത്യമാണ്. ഞങ്ങൾക്ക് നല്ല ഗൈഡൻസൊക്കെ തന്നിട്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്. നല്ല ക്ലീൻ നീറ്റായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ നടന്ന് കണ്ടു. ചില സ്ഥലത്തേക്കൊന്നും അങ്ങനെ ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അവർ ഫേസ് ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ കാണിച്ചതുമില്ല. അവിടെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് ക്രിസ്മസിനെ വരവേൽക്കാൻ കുഞ്ഞു മക്കളൊക്കെ റെഡി ആയിരിക്കുക കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്ഥലത്തായിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പിള്ളേർ കുഞ്ഞു മക്കളൊക്കെ അംഗനവാടി പോയി വന്നതും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ആരെയും നമ്മൾ കാണിച്ചിട്ടില്ല. അങ്ങനെ മുഖം കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഇവർ തന്നെ ഈ ചെറിയ പിള്ളേർ ഇങ്ങനെ തൊട്ടിൽ പ്രായത്തിൽ കിട്ടുന്നത് തൊട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ ഗാർഹിക പീഡനമായിട്ട് വരുന്ന കുട്ടികൾ, പിന്നെ പ്രായപൂർത്തിയാവാതെ അമ്മയാവുന്ന കുട്ടികൾ, അങ്ങനെ അമ്മയും കുഞ്ഞുമായിട്ട് അങ്ങനെയൊക്കെ പ്രായമായിട്ട് വീട്ടുകാർ ഉപേക്ഷിച്ചത്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ കാണുമ്പോൾ വല്ലാതെ ഫീലാവും. ഈ തൊട്ടിലൊക്കെ എന്തൊക്കെയോ പറയണ മാതിരിയൊക്കെ എനിക്ക് തോന്നുക. അല്ലാതെ സങ്കടമായി. ചെറിയ മക്കൾ വരെ അവിടെ ഉണ്ട്. നേരിട്ട് കാണുമ്പോഴാണ് ഉള്ളിൽ അത്രയും വിഷമാവുക. ഈ പിള്ളേരൊക്കെ എന്തിനാവോ ഉപേക്ഷിച്ചത് നമുക്ക് ആ സമയത്ത് ചിന്തിക്കാതെ ആരും ഇരിക്കില്ല. ഈ മക്കളൊക്കെ ഒഴിവാക്കാൻ തോന്നിയല്ലോ എന്ന്. നമുക്കറിയില്ല അവരുടെ സാഹചര്യം എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഒന്നും. പക്ഷേ ഇവരെ ഏറ്റെടുത്ത് ഇങ്ങനെ നടത്തി ഇത്രയും ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ച് കൊണ്ടു നടക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പറയാതിരിക്കാൻ ഒന്നും പറ്റില്ല. ഞങ്ങൾ പോയ എല്ലാ പാരൻസും വല്ലാതൊരു നീങ്ങിയിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മനസ്സിലൊരു വിശ്വാസം കൂടി ഉണ്ടായിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് പോയത്. പിന്നെന്താ എല്ലാവരും ഞങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടോ. ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു. ടീച്ചേഴ്സ് എല്ലാവരും നല്ല സന്തോഷമായിട്ടാണ് എല്ലാവരും പിന്നെ മക്കൾക്കൊക്കെ പുതിയൊരു അനുഭവമാണല്ലോ. നല്ല ഹാപ്പി ആയിരുന്നു. ഇനി അവിടെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത ക്രിസ്മസിന് പോകാൻ പറ്റട്ടെ.